ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ മേഘ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഫെബ്രുവരി 2025 ഒരു പരീക്ഷ കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളുടെ പരീക്ഷ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ മാറ്റങ്ങൾ എന്താണ് എന്ന് എല്ലാവർക്കും ഏകദേശം അറിഞ്ഞു കാണും. ഈ മാറ്റങ്ങൾ അനുസരിച്ച് എങ്ങനെ നമ്മുടെ പഠനം നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം? കാരണം പലരും ചോദിക്കുന്നതാണ്, മിസ്സേ ഇനി പഠിച്ചാൽ കിട്ടുമോ? ആകെ പരീക്ഷയൊക്കെ മാറി, CSEB ഒക്കെ മാറി, ഇനി ഞങ്ങൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നതാണ്. സോ അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയത്. എന്തെല്ലാം മാറ്റങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് മുൻപായിട്ട് നമ്മുടെ പഠന സ്ട്രാറ്റജിയും നമ്മൾ വരുത്തേണ്ടതാണ്, അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷ്, GK, മാത്സ്, ഈ വിഷയങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഉദ്യോഗാർത്ഥികളെ ഇച്ചിരി നന്നായിട്ടൊന്ന് സർപ്രൈസ് എലമെന്റ് വന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നല്ല വ്യത്യാസം വന്നിരുന്നു അല്ലെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറുകളിൽ നമുക്കറിയാം ജെറണ്ടിനൊക്കെ അത്യാവശ്യം പ്രാധാന്യം വന്നിരുന്ന ഒരു പേപ്പറായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാൾ ഉപരി ഇപ്പം GK പറയുകയാണെങ്കിൽ മിസ് നമുക്കത് PSC ലെവലിലോട്ട് മാറി, അല്ലെങ്കിൽ PSC ലെവലിൽ, അതായത് CSEBക്ക് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന കുറെ പാറ്റേൺ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ജനറൽ PSCക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയൊരു പാറ്റേൺ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കാരണം റിവേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്സ്, ബൗണ്ടറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. കറന്റ് അഫയേഴ്സ് അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കറന്റ് അഫയേഴ്സ് ചോദിക്കും. ഏതെല്ലാം ഭാഗങ്ങൾക്കായിരുന്നു ഇപ്രാവശ്യം? എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അതായത് CSEB എന്നും ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു ലെവൽ ഒന്ന് കൂടിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. കാരണം ഡേയ്സ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ഡേയ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്, അത് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്നും സ്ഥിരം ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റഡീസിനെ സംബന്ധിച്ച്, ഇപ്പോൾ സെറികൾച്ചർ, പിസികൾച്ചർ, ഇതുപോലുള്ള സ്റ്റഡീസിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ PYQസിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. PYQസിന് GKയുടെ ഭാഗത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ലെവൽ കൂടി. അതുകൊണ്ട് ജനറൽ PSCക്ക് പഠിക്കുന്ന രീതിയിൽ ഇപ്പൊ നമ്മുടെ ആപ്പിലാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജനറൽ PSC ഒരു LDC ലെവലിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അത് കൃത്യമായി പഠിക്കണം, ഡെയിലി ബേസിസിൽ തന്നെ പഠിക്കണം. പക്ഷെ അവിടെ പല കുട്ടികളും കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് PYQസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ആ ഒരു കാര്യം മാറേണ്ട സമയമായി എന്നൊരു വലിയ മുന്നറിയിപ്പല്ലേ ഈ പരീക്ഷ? അത് ശരിക്കും നമുക്ക് ഒരു ഡയറക്ഷൻ തരികയാണ്. PYQ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങളൊന്ന് വേർക്കേണ്ടി വരും, നന്നായിട്ട് വേർക്കേണ്ടി വരും. കാരണം ഇംഗ്ലീഷ് തന്നെയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയും ടെൻസിൽ നിന്നും എങ്ങനെ നോക്കിയാലും നമുക്ക്, അതും സിമ്പിൾ പ്രസന്റ് തന്നെ ചോദിച്ച സമയങ്ങളുണ്ട്. 3-4 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് വരാറുണ്ട്. ഇഫ് ക്ലോസ് വരാറുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ പാറ്റേണിൽ നല്ല രീതിയിൽ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് കയറി വന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ PSC മോഡലിലേക്ക് പോലും അല്ല ഇപ്രാവശ്യം ചോദ്യങ്ങൾ നിന്നത്. ബേസിക്കലി ഇംഗ്ലീഷ് CSEB എടുത്തു നോക്കുമ്പോഴും PSC എടുക്കുമ്പോഴും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാമെങ്കിലും ഇപ്രാവശ്യം ആ പാറ്റേൺ മാറി അത്യാവശ്യം SSC മോഡലിലേക്കാണ് ക്വസ്റ്റ്യൻസ് മാറിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒന്നും കൂടി നമ്മളുടെ പഠനത്തിൽ, എല്ലാ ദിവസത്തെ പഠനത്തിലും ഇപ്പൊ നിങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവിടെ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷും മാത്സും GK നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇല്ല. പക്ഷെ എല്ലാ ദിവസവും ഇംഗ്ലീഷും മാത്സും നിങ്ങളുടെ സമയം കൊടുക്കണം. കാരണം അവിടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഇഫ് ക്ലോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവിടെ ഹാഡ് എന്ന് വരുമ്പോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് ചിന്തിച്ച കുട്ടികൾ, ബേസിക്സ് അറിയാത്തതിന്റെ. അതെ. അപ്പൊ അവിടെ ഡെയിലി പ്രാക്ടീസ് തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷിനും മാത്സിനും വേണ്ടത്. അടുത്ത പ്രാവശ്യം ഒരു പക്ഷെ മാത്സ് ആവാൻ ബുദ്ധിമുട്ടാണ്, ഇപ്രാവശ്യം ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരുന്നു, അടുത്ത പ്രാവശ്യം മാത്സ് ആവാൻ നമുക്ക് അറിയില്ല. സോ ഡെയിലി നിങ്ങളുടെ പ്രാക്ടീസിൽ, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ആദ്യം നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഇനി അതേപോലെ തന്നെ ടൈം ടേബിൾ, നമുക്കൊരു മസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം. ഇപ്പൊ CSEB ഇന്ന പോർഷൻ എന്ന് ഔദ്യോഗികമായിട്ട് പറയില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ടൈം ടേബിൾ വേണം. ആ ടൈം ടേബിളിൽ തന്നെ ഇത്ര ദിവസം, അതായത് ഇപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് 3 മാസമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു 50 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങൾ റിവിഷനും മോഡൽ എക്സാംസും ചെയ്യാനായിട്ട്. ഈ മോഡൽ എക്സാം എന്ന് പറയുന്ന PYQ ആയിട്ട് വ്യത്യാസമുണ്ട് അല്ലെ? ഒരിക്കലും നിങ്ങൾ മോഡൽ എക്സാംസിനെ PYQ ആയിട്ട് മനസ്സിലാക്കരുത്. കാരണം അങ്ങനെ ചെയ്ത കുട്ടികൾക്കൊക്കെ ഇപ്രാവശ്യം നല്ല രീതിയിൽ പണിയിട്ടുണ്ട്. കാരണം മോഡൽ എക്സാം ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം PYQ. അവിടെ നിങ്ങൾ PYQ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ അനാലിസിസ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. പക്ഷെ മോഡൽ എക്സാംസ് എന്ന് പറയുമ്പോൾ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ലോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, അതുപോലെ റൂൾസിന്റെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ സെക്ഷനിലും റൂളിലും വന്നിട്ടുള്ള ഭേദഗതി വെച്ചുകൊണ്ട് PYQs നമുക്ക് അത്ര ഇല്ല.
ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച്, കാരണം ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഭാഗത്ത് മോഡൽ എക്സാംസ് ചെയ്യുന്നു അത്രത്തോളം കൂടുതലായിട്ട് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ തന്നെയാണെങ്കിൽ നമ്മുടെ CC കൊടുത്തിട്ടുണ്ടായിരുന്ന മോഡൽ എക്സാം എന്നുള്ള കൃത്യമായിട്ട് ലോന്റെ ഭാഗത്ത് നിന്നുള്ള 2 ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഭേദഗതി വന്നിട്ടുള്ളതാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ മോഡൽ എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായി മിസ് പറഞ്ഞ പോലെ തന്നെയാണ്, ആദ്യത്തെ ഒരു 50 ദിവസമാണെങ്കിൽ അത് നിങ്ങളുടെ കണ്ടന്റ് മാക്സിമം ജനറേറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക. പിന്നീടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇത് കണ്ടന്റ് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താനുള്ള ഒരു സമയമാണ് മോഡൽ എക്സാംസ് ചെയ്യുക എന്നുള്ളത്. അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ മിസ് ഇംഗ്ലീഷും മാത്സും GK മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ ബാങ്കിങ് മേഖലയാണ്. അപ്പൊ ഈ ബാങ്കിങ് മേഖലയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ഡേറ്റ്സിലേക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് വേണം. അത് അവരുടെ പഠനത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഇപ്പൊ ബാങ്കിങ് കറണ്ട് അഫയേഴ്സിന് നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന്റെ താഴെ വന്ന കമന്റുകളിലൊക്കെ ബാങ്കിങ്ങിൽ കറണ്ട് അഫയർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് ആണ്. ബാങ്കിങ്ങിൽ ഒരുപാട് ടൈപ്പ് ഓഫ് നൂതനമായിട്ടുള്ള Paytm അല്ലെ, ഒരുപാട് ടൈപ്പ് ഓഫ് ബാങ്കുകൾ, UPIs, ഒരുപാട് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു മേഖല. നിത്യജീവിതവുമായി അത്രയും ബന്ധപ്പെട്ടതാണ്. അതുകൂടാതെ IBPS, SBI പോലെയുള്ള എക്സാംസിനൊക്കെ ബാങ്കിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിങ് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിന് നിങ്ങൾക്ക് എല്ലാ സോഴ്സസും യൂസ് ചെയ്യാം. നിങ്ങളുടെ ബുക്കുകൾ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് AI യൂസ് എല്ലാം, എവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. ഇപ്പോഴും പല കുട്ടികളും അത് ചെയ്യുന്നില്ല. കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണം. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ എന്തെല്ലാം ഫോളോ ചെയ്തു. ഈ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ എന്താ പറയാ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്. കേരള ബാങ്ക് അതിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് കേരള ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എത്ര പേര് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ A ക്ലാസ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അതേ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റുകൾ, ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ NCDC ആണെങ്കിലും ICA ആണെങ്കിലും ഒക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റ എടുക്കുക. കാരണം നമുക്കറിയാം വിക്കിപീഡിയ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പല തെറ്റുകളും അതിൽ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു പ്രൈവറ്റ് റിസോഴ്സ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് അതിന്റെ ബേസിക് മെറ്റീരിയൽ. പ്രത്യേകിച്ച് ബാങ്കിങ് പോലുള്ള വിഷയങ്ങൾ വളരെ വളരെ റെലവെന്റ് ആണ് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്. അതെ, നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും അറിയണം, നിങ്ങൾ അത് ഫോളോ ചെയ്യണം. ഇനി ന്യൂസ് പേപ്പർ വായിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ KYC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് നടക്കുന്ന പത്രങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ദിവസം പത്രങ്ങൾ കാണുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ എവിടുന്നാണ് ബാങ്കിങ് കറണ്ട് അഫയർ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പത്രം ഒന്ന് മറിച്ചു നോക്കുകയെങ്കിലും ചെയ്യണം. അതിൽ RBIയുടെ ന്യൂസ് കൃത്യമായിട്ടൊന്ന് വായിക്കണം. അതായത് മിസ്സേ, ഈ പത്രം വരുത്തുക എന്ന് പറയുമ്പോൾ പലരും പറയും ഭയങ്കര നെഗറ്റീവാ, പത്രം ഞാൻ നിർത്തി. തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. നെഗറ്റീവ്സ് ഉണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അതിൽ കൃത്യമായി സ്പോർട്സ് പേജ് ഉണ്ട്, സാമ്പത്തികമുണ്ട്, എഡിറ്റോറിയൽ കോളംസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പത്രം ഇറക്കുന്നത് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഒരുപാട് ടൈപ്പ് ഓഫ് ഒരുപാട് വായനക്കാർ, വിവിധ തലത്തിൽ നിൽക്കുന്ന വായനക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് എല്ലാ കാര്യത്തിനെയും വേണമെങ്കിൽ തള്ളാം, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതിനെ കൊള്ളാനുള്ള ഒരു വിവേകം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മള് എല്ലാവരും പറയും പത്രം വായിക്കുന്നതിന് പകരം ഞങ്ങൾ സോഷ്യൽ മീഡിയ നോക്കും. സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മൾ പലതും വിട്ടുപോകും അല്ലെ. ഇത് അങ്ങനെയല്ല. സാമ്പത്തികം ആ മേഖലയിൽ അന്നത്തെ അപ്ഡേറ്റ് അവിടെ ഉണ്ടാവും, സ്പോർട്സ് അത് അവിടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പിന്നെ നിങ്ങൾ വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി. പിന്നെ ഒരു ശീലമാണ് പത്രം വായിക്കുക എന്നുള്ളൊരു ശീലമാണ്. ആ ശീലം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അതെ, ഇന്ന ഭാഗത്ത് ഞാൻ ഇന്ന കോളത്തിൽ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ചിത്രം കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടായി. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നമുക്കൊരു കണ്ടിന്യൂറ്റി വേണം അല്ലെ. കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും ഈ പത്രം വായിക്കുമ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റിയാണ് അവിടെ അഷ്വേർഡ് ആയി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് കൃത്യമായി വേണ്ടത് ടൈം ടേബിൾ വേണം. ഇംഗ്ലീഷ് അതുപോലെ മാത്സ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പഠനത്തിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 10 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വെറുതെ ചെയ്ത് നോക്കുക. ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിയില്ല, ആ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഉത്തരം വേണം. പലരും കിട്ടിയില്ല,
ഇതല്ല എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷൻസ് അവിടെ വന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവലോകനം കൃത്യമായിട്ട് വേണ്ടതാണ്. ഇനി നമ്മൾ ടൈം ടേബിളിന്റെ കാര്യം പറഞ്ഞു, നമ്മളുടെ ഇംഗ്ലീഷ് മാത്സിന്റെ കാര്യം പറഞ്ഞു, പത്രം വായനയുടെ കാര്യം പറഞ്ഞു, വെബ്സൈറ്റ്സ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നിങ്ങളുടെ പഠന സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡഡ് ആണ്. PYQ മോഡൽ എക്സാം തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ മിസ്സേ ഇപ്പം GK ഭാഗങ്ങൾ ഏതെല്ലാം രീതിയിൽ അവരുടെ പഠനം നമുക്കൊന്ന് മാറ്റാം? GKക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ദിവസവും നമ്മൾ GK എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ ഒരു PSC LDC ലെവലിലുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഇഷ്ടം പോലെ GKയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഡെയിലി നിങ്ങൾ GKയുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവണം. അല്ലാതെ എനിക്ക് GK അറിയില്ല, എനിക്ക് GK കിട്ടില്ല, ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ്. GKയോട്, കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന പൊതുവിജ്ഞാനാണ്, നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ ആസ് എ ലേമാൻ അല്ലെ, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനോട് ആദ്യം തന്നെ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെയാണ് മാത്സും ഇംഗ്ലീഷും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, GK ഒന്ന് കണ്ടുപോകണം, ചോദ്യങ്ങളൊന്ന് കണ്ടുപോകണം. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഇപ്പൊ CSEB ചോദിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ PYQs ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായി സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ പഠനത്തിന്, ഏതൊക്കെ ഭാഗം ഞാൻ നോക്കണം എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പഠനത്തെ ക്രമീകരിക്കുക. പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം ചെയ്തു, ഇല്ലെങ്കിൽ 10 ദിവസം ചെയ്തു, പിന്നെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ എന്നാണോ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടണേ അതുവരെ ചെയ്യാം. നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ആവറേജ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ തന്നെയാണ് അവസാനം വരെ നിലനിൽക്കുന്ന, അവസാനം വരെ ഈ ഒരു പ്രോസസ്സിൽ ഉള്ള ആളുകൾ തന്നെ അവസാനം വരെ വിജയിച്ചിട്ടുള്ളൂ. ഇത്ര നാള് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ഒരുപാട് നാളേക്കൊന്നും പോകേണ്ടി വരില്ല. നമുക്കതിനുള്ള സമയമുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തണം. അത് ഈ പറയുന്ന ബിഗിനേഴ്സിനായാലും എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ടിപ്പ് തന്നെയാണ്. നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇതിന് എന്റെ 100% ഇട്ടോ എന്ന് ചോദിച്ചാൽ ആരെയും ബോധിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് കൺവിൻസ് ചെയ്യാമെന്നാൽ യെസ് എന്നൊരു ഉത്തരം കിട്ടുന്നത് വരെ നിങ്ങൾ ഡിസേർവിംഗ് കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. ആസ്പയറിംഗ് മാത്രമായ പോരാ, നമ്മളൊരു ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായത് എന്തറിയോ, എക്സാം ഹാളിൽ പലരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ പാനിക് ആയി. കാരണം ആദ്യം ഇംഗ്ലീഷ് അല്ലേ, അതെ, ഈ ഇംഗ്ലീഷ് തന്നെ പാറ്റേൺ അടപടലം മാറി സ്വാഭാവികമായിട്ടും പാനിക് ആവും. സോ നമ്മുടെ കയ്യിൽ നിന്നും, കുട്ടികളുടെ കയ്യിൽ നിന്നും പരീക്ഷ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് പോയി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഓർമ്മ ഉണ്ടാവില്ല. കാണുന്ന ചോദ്യങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും ഇത് ഏത് ചോദ്യമാണ്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആകമത്തെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായി. വീട്ടിൽ വന്നിട്ട് ഇവർ ആൻസർ ചെയ്ത് നോക്കുമ്പോഴോ അറിയുന്ന ചോദ്യങ്ങളാണതുകൊണ്ട്. അതെ, സോ ആ ഒരു പാനിക് ആവാതിരിക്കുക. ഇതിനൊക്കെയുള്ള പ്രാക്ടീസ് ആണ് മോഡൽ എക്സാംസിലൂടെ നമ്മൾ ചെയ്യുന്നത്. മോഡൽ എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രഷറൊക്കെ അനുഭവിച്ചിട്ടാണ് മക്കളെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കതൊരു അനദർ മോഡൽ എക്സാം എന്ന് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് മോഡൽ എക്സാംസ് നന്നായിട്ട് ചെയ്യും. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ടാണ്. ഇപ്പൊ നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ബാച്ചിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളിലും പഠിച്ചു തുടങ്ങുക. അതിനുശേഷം നമ്മൾ മോഡൽ എക്സാംസ് മാക്സിമം ചെയ്യും. പിന്നെ റിവിഷൻ, നല്ല മാരത്തോൺ റിവിഷൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരാൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എത്താനായിട്ട് സാധിക്കും. സോ ഇപ്പോഴൊരു സർപ്രൈസ് എലിമെന്റ് ഉണ്ടാവും. അത് ഏത് പരീക്ഷയ്ക്കും ഉണ്ടാവും. അത് നമ്മൾ ഇത് ചിലപ്പോൾ എന്ത് പറ്റി, ഇത് തുറന്നപ്പോ വന്ന ഫസ്റ്റ് പേപ്പർ ഇംഗ്ലീഷാണ്, അതിൽ തന്നെ സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. അപ്പൊ അതുപോലെയല്ല, എല്ലാ സബ്ജക്ട്സിലും എല്ലാ എക്സാംസിലും എന്തെങ്കിലും ഒക്കെ എലമെന്റ്സ് അവിടെ ഉണ്ടാവും. അത് ഇതിന്റെ ഭാഗമാണ്. അതൊന്നും നിങ്ങളെ തളർത്തേണ്ട കാര്യമേ ഇല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഈ പരീക്ഷ ഞാനൊന്ന് എഴുതി നോക്കട്ടെ, അടുത്ത പരീക്ഷ. അങ്ങനെയല്ല. ഒരു പരീക്ഷയ്ക്ക് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറവല്ല, അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. പക്ഷേ ഈ സപ്പോർട്ട് സിസ്റ്റം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അവർക്ക് ഇതിനു മുമ്പ് റാങ്ക് ഉണ്ടോ, അവരുടെ എത്രാമത്തെ ബാച്ചാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ അന്വേഷിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എന്താ പറയാ കുറച്ചധികം നാളുകളായിട്ട്, അതെ, ഒതന്റിക് ആയിട്ട് തന്നെ ഇത്രയും ഒരു ഫാക്കൽറ്റി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ കണ്ടു, ശില്പ മിസ് ഉണ്ട്, ആതിര മിസ് ഉണ്ട്, പ്രശാന്ത് സാർ ഉണ്ട്. അങ്ങനെ ഒരു പൂൾ ഓഫ് ടീച്ചേഴ്സ് നമ്മളോടൊപ്പം, അതുപോലെ തന്നെ അനുപ്രിയ മിസ് മെന്ററായിട്ട് കുട്ടികളോടൊപ്പം തന്നെ നിൽക്കുന്ന അധ്യാപികയാണ്. അപ്പൊ ഇത്രയും പേരോടൊപ്പം തന്നെയാണ് CC കോമ്പറ്റിറ്റീവ് ക്രാക്കർ CSEB എന്നൊരു എക്സാമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സബ്ജക്ട്സ് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ മെന്റൽ സപ്പോർട്ട്, കാരണം പലപ്പോഴും കുട്ടികൾക്ക് കൂടുതൽ ആവശ്യം, കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ, അതായത് നമ്മുടെ ഒരു ഓഡിയൻസിൽ കൂടുതലുള്ളത് വീട്ടമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. സോ അവർക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന, ഇപ്പോഴും ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന സബ്ജക്ട് മാത്രം പഠിപ്പിക്കുന്ന, വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് തന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്
ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു CC യുടെ ബാച്ച് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം നന്നായി പഠിക്കുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോർഡ് നമ്പർ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളിവിടെ പുതിയ ബാച്ചുമായിട്ട് എല്ലാം സെറ്റ് ആണ് അല്ലെ മിസ്സേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.